വല്യേട്ടൻ എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ഈ സിനിമ നേരത്തെ ഇറങ്ങിയതാ, പഴയ സിനിമയെ അവരിത് 4K മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് എഫക്റ്റ് ഒക്കെ ചെയ്തിട്ടായിരിക്കും അവർ പുതിയതായിട്ട് ഈ സിനിമ എടുത്തേക്കുന്നത്. അപ്പൊ അതിന്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ആ ട്രെയിലർ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഓ, ശോഭനയാണല്ലോ. അമ്പലക്കര ഫിലിംസ് പ്രസന്റ്. അറക്കൽ മാധവനുണ്ണി എന്ന് പറഞ്ഞ അറിയുവോ? സൂപ്പർ. മെഗാസ്റ്റാർ മമ്മൂട്ടി. എങ്ങോട്ടാ? ആരെ കാണാനാ? ഇവിടുത്തെ SI അംഗത്തിന്റെ അമ്മായി അകത്ത് ഇരട്ട പറ്റി കിടക്കാണെന്ന് കേട്ടു. ഒന്ന് കാണണം. കുട്ടികൾക്ക് ഓരോ പൊന്നരഞ്ഞാണം കൊടുക്കണം. എന്തേ? ആഫ്റ്റർ 24 ഏത്? അപ്പൊ 24 വർഷമായി കേട്ടോ. തമ്മിൽ നമ്മൾ കണ്ടിട്ട് 23 കൊല്ലം മുമ്പ് ഇറങ്ങിപ്പോയ തറവാട്ടിലേക്ക് അതിന്റെ മേലുള്ള അവകാശം പിടിച്ചു വാങ്ങിച്ചിട്ട് അവരിന്ന് തിരിച്ചു വരിക. തെക്കിൻകരയിലെ കളപ്പുരയിൽ ഒരുത്തിയെ പാർപ്പിച്ചിട്ടുണ്ടല്ലോ, അത് കോമൺ പ്രോപ്പർട്ടി ആണോ അതോ മാധവനുണ്ണിയുടെ? ഏത് നായന്റെ മോനാണ് അറിയേണ്ടത് അവളുടെ കഴുത്തിൽ താലി കെട്ടിയവൻ ആരാണെന്ന്? നോക്ക്, ഞാനത് അറക്കൽ മാധവനുണ്ണി. ഈ സിനിമയൊക്കെ സൂപ്പർ ആയിരിക്കും. ഇല്ലെങ്കിൽ പറപ്പിക്കില്ല. അപ്പൊ താനീ നാട്ടിലൊരു മാടമ്പിയാ? പോലീസുകാരെ അന്നൊക്കെ നല്ല നല്ല കഥകൾ വന്നിട്ടുണ്ട്. എല്ലാം കൈവെക്കുമ്പോ തോളിലെ നക്ഷത്രത്തിന്റെ കണക്കോ സ്ഥാനത്തിന്റെ മഹിമയോ ഞാൻ നോക്കാറില്ല. അതാ ശീലം. അന്റെ കയ്യും കാലും വെട്ടിയെടുക്കണ ചെക്കനെ കിട്ടണച്ചാലേ ഈ ഭാവം അതിന് മടിക്കൂലടാ. സൂപ്പറാണ് കേട്ടോ, നല്ല സൗണ്ടൊക്കെ. അറിയാവുന്ന നല്ല ഭാഷയിൽ നിന്നോട് ഞാൻ പറയേണ്ടത് പറഞ്ഞു. നീ പക്ഷെ കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഈ ഇട്ടിക്കണ്ടപ്പന്മാരുടെ മസിലിന്റെ വലിപ്പം കണ്ടുള്ള ധൈര്യം കാണിച്ച് മുന്നോട്ട് അപ്പുറം കടന്നാൽ രഞ്ജിത്ത് അന്നൊക്കെ നല്ല സിനിമ എടുത്തു. മനോജിക്ക് കലാപം പോയി വേറെ വല്ല പണിയുണ്ടോന്ന് നോക്കടാ ഇട്ടിക്കണ്ടപ്പാ. ഇതേ അറക്കൽ മാധവനുണ്ണിയാ പറയുന്നേ. ആ പേരിന് ഈ ജന്മം മുഴുവൻ നിന്റെ ഉടയോൻ എന്നൊരർത്ഥം കൂടെ ഉണ്ട്. അത് മറക്കരുത്, മറന്നു പോകരുത്. വല്യേട്ടൻ, സായികുമാറും മമ്മൂട്ടിയൊക്കെ. നീ ഇപ്പൊ എന്റെ പകുതി അഭ്യാസേ കണ്ടിട്ടുള്ളൂ. ബാക്കി പകുതി കാണാൻ കരളുറപ്പുണ്ട്. നവംബർ 29 ഇറങ്ങുന്നത് കേട്ടോ. സൂപ്പർ. 24 വർഷത്തിന് ശേഷം ഈ സിനിമ 4K ഇറങ്ങുമ്പോൾ അടിപൊളിയായിരിക്കും. കാര്യം നല്ല സൗണ്ട് എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ തിയേറ്ററിൽ ഇരുന്ന് കാണാൻ അന്ന് ഞാൻ ആ സിനിമ കണ്ടു, അന്ന് എടുത്തതിനേക്കാളും അടിപൊളിയായിട്ടായിരിക്കും ഇന്ന് വരുന്നത്. അപ്പോൾ തിയേറ്ററിൽ നമുക്ക് ഇരുന്ന് കാണുമ്പോൾ ഉള്ള ഫീലൊന്നും വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ നേരത്തെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതൊന്ന് കമൻ്റായിട്ട് എഴുതണം. എന്തായാലും ഈ സിനിമ ഇനി പുതിയതായിട്ട് നവംബർ 29 ഇറങ്ങും. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരും അഭിപ്രായങ്ങൾ കമൻ്റായിട്ടൊന്ന് ഇടുക.